ഹരിയോ പ്രയാഗ്രാജിൽ നിന്ന് കുംഭമേളയുടെ സ്ഥാനത്ത് നിന്ന് ഏവർക്കും നമസ്കാരം. തമാശയ്ക്ക് അതല്ലെങ്കിൽ ഇത്തിരി സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഭാരത് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. പലപ്പോഴും ഈ ഒരു മീം വരുന്നത് ഭാരതത്തിലെ വളരെ രസകരമായിട്ടുള്ള, അതിനേക്കാൾ ഉപരി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചിലപ്പോൾ ഇത്തിരി അവജ്ഞയോടുകൂടി നോക്കുന്നതായിട്ടുള്ള ഭാരതത്തിൻ്റേത് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകളെ ചൂണ്ടിക്കാണിക്കാൻ എന്നുള്ള വ്യാജേനയാണ്. ഭാരതത്തിനെ കളിയാക്കുന്ന ഈ മീം കാണുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും ഒരു വിഷമം തോന്നിയിരുന്നെങ്കിലും, പക്ഷേ ഇപ്പോൾ ഈ കുംഭമേളയുടെ സ്ഥലത്ത് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം ആണ് എന്ത്, ഭാരത് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ലക്ഷക്കണക്കിന് അതല്ല കോടിക്കണക്കിന് ആളുകൾ വന്നുകൂടുന്ന കുംഭമേള. ഇവിടെ നമ്മുടെ രാഷ്ട്രം അടുത്ത ഒളിമ്പിക്സോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പോ ഹോസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഭാരതത്തിനെതിരെ നിൽക്കുന്ന ശക്തികൾ അവജ്ഞയോടുകൂടി ഉച്ചത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാരതത്തിന് ഇത് കണക്കുള്ള വലിയ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റില്ല എന്ന്. ഇവിടെ ഈ ഒരു ആധ്യാത്മിക കൂട്ടായ്മയേക്കാൾ ഉപരി വെറുതെ ഒരു ഇവന്റ് മാനേജ്മെന്റിനെ മാത്രം എടുത്താൽ കുംഭമേള എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 10 വേൾഡ് കപ്പോ 20 ഫുട്ബോൾ മാമാങ്കമോ ഒളിമ്പിക്സോ ആയിരിക്കാം. അത്രയും ആളുകൾ ഈ ഒരു 60-70 ദിവസം കൊണ്ട് ഇവിടെ വന്ന് ചേർന്ന് ഒരുമിച്ച് സ്നാനം ചെയ്ത് മടങ്ങുകയാണ്. ആലോചിച്ച് നോക്കൂ, 45 കോടി ആളുകൾ വരുമ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാര്യം ഇവിടെ വരുന്നത് ഒരു ആധ്യാത്മിക തീർത്ഥാടനത്തിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായും അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും എടുക്കുന്നതിലധികം കൊടുത്തും നമ്മൾ ജീവിക്കണമെന്നുള്ള സന്ദേശം കൂടെ നമ്മളെ ഈ ഒരു തീർത്ഥാടനത്തിൽ കൂടെ പഠിപ്പിക്കുകയാണ് കുംഭമേള. ഈ കുംഭമേളയിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാം, ഭാരത് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ സാധിച്ചു. ആധ്യാത്മികമായിട്ടുള്ള ഒരു തൃപ്തിയോടൊപ്പം തന്നെ നമുക്ക് പറയാം, ഭാരതം ലോകത്തിന് മുമ്പിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് ഇതുപോലെയാണ്. കാര്യം ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും സാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യം ഒരു കുംഭമേള ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. പല രാഷ്ട്രങ്ങളുടെയും മൊത്തത്തിലുള്ള പോപ്പുലേഷനേക്കാൾ വലിയ ഒരു സംഖ്യ ഒരു ചെറിയ പട്ടണത്തിൽ ഒത്തുചേരുന്നു. അതിനെ അതിഗംഭീരമായി ഓർഗനൈസ് ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി ഏറ്റവും പ്രശ്നരഹിതമായിട്ട് അതിനെ വിജയിപ്പിക്കുകയും ചെയ്യും. അതെ, ഭാരത് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ഹരിയോ.